വി.ഡി. സതീശൻ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറുകയാണ്. അതാണ് കോൺഗ്രസിന്റെ ചരിത്രപരമായ നീതിയും. വയനാട്ടിലെ ക്യാമ്പ് 3 നേതാക്കളെ അല്ല വാഴിച്ചത്, വി.ഡി. സതീശനെയാണ് നായകനായി തിരഞ്ഞെടുത്തത്. സതീശനാണ് കേരള യാത്ര നയിക്കാൻ പോകുന്നത്. 2021 രമേശ് ചെന്നിത്തലയ്ക്ക് സംഭവിച്ചതുപോലെ കൂട്ടുനേതൃത്വം ഇത്തവണ ഇല്ല. അന്ന് രമേശ് ചെന്നിത്തല കേരള യാത്ര നയിക്കാനിരുന്നപ്പോഴാണ് ഉമ്മൻചാണ്ടിയെ കൂടി പ്രചാരണ നേതാവായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. ഇത്തവണ ഏതായാലും അങ്ങനെ ഒരു നേതൃമാറ്റമില്ല. പഴയ പാരമ്പര്യം തന്നെ കോൺഗ്രസ് തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്ന ആ യാത്രയ്ക്ക് തൽക്കാലം തടസ്സങ്ങളില്ല. വി.ഡി. സതീശൻ പറയുന്ന 100 സീറ്റും പ്രതീക്ഷിക്കുന്ന 85 സീറ്റും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഇനി ഒരു മാറ്റത്തിന് സാധ്യത. UDFന് ഭൂരിപക്ഷം കുറഞ്ഞാൽ നായകരായി അവകാശവാദം ഉന്നയിക്കാൻ മറ്റുള്ളവർക്ക് അവസരം ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ നേതൃത്വത്തിലേക്കും വരാം. ഒരു തരംഗത്തിലൂടെ UDF അധികാരത്തിൽ വരുന്നില്ലെങ്കിൽ മാത്രമാണ് ഇനി വി.ഡി. സതീശന്റെ നായക സ്ഥാനത്തിന് ഭീഷണി ഉണ്ടാവുക. 3ാം വട്ടവും പിണറായി വിജയൻ തന്നെയാണെന്ന് MV ഗോവിന്ദനും AK ബാലനും ആവർത്തിച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടെയും ഇനിയൊരു മാറ്റത്തിനുള്ള സാധ്യത തീരെ കുറവാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. വയനാട്ടിലെ ലക്ഷ്യ ക്യാമ്പിനെ നിരീക്ഷിച്ചവർക്കൊക്കെ ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്. വി.ഡി. സതീശനെ നായക സ്ഥാനത്ത് നിന്നും മാറ്റാൻ കാരണങ്ങളൊന്നുമില്ലെന്ന്. ഒറ്റക്കെട്ടായി നിൽക്കുക എന്നല്ലാതെ വിഘടിച്ചു നിൽക്കാൻ കോൺഗ്രസിന് കഴിയുകയുമില്ല. ഇനി നേതൃനിരയിൽ ഉണ്ടാകുന്ന ചെറിയ അതൃപ്തി പോലും പ്രചാരണത്തിന്റെ ശോഭ കെടുത്തും. വി.ഡി. സതീശന് പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ തയ്യാറായി വന്നത് രമേശ് ചെന്നിത്തല മാത്രമല്ല, ശശി തരൂർ കൂടിയാണ്. സ്വന്തം നിലപാടുകൾ എഴുതുന്നതിനെ കോൺഗ്രസ് വിരുദ്ധമായി ചിത്രീകരിച്ച് തലക്കെട്ടുകൾ ഉണ്ടാക്കരുതെന്ന് കൂടി ശശി തരൂർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒറ്റക്കെട്ടാണെന്ന് പറയാൻ ഇതിലും വലിയ വാചകങ്ങൾ വേണ്ട. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂരും രമേശ് ചെന്നിത്തലയും എല്ലാം ഇനി വി.ഡി. സതീശന് പിന്നിൽ അണിനിരക്കും. തോളോട് തോൾ ചേർന്നു നിൽക്കുമെന്ന് പോലും അല്ല അർത്ഥം, പിന്നിൽ നിൽക്കുമെന്ന് തന്നെയാണ് വയനാട്ടിലെ ക്യാമ്പ് നൽകുന്ന സന്ദേശം. വി.ഡി. സതീശനാണോ നായകൻ എന്ന ചോദ്യത്തിന് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷം മുൻപ് ആരും ആലോചിക്കാത്ത സ്ഥാനത്താണ് വി.ഡി. സതീശൻ എത്തി നിൽക്കുന്നത്. രമേശ് ചെന്നിത്തലയെ വശത്തേക്ക് മാറ്റി നിർത്തി വി.ഡി. സതീശനെ അധ്യക്ഷനാക്കുമ്പോൾ ഇതെത്ര കാലത്തേക്കെന്നായിരുന്നു അന്നുയർന്ന ചോദ്യം. വി.ഡി. സതീശന് ലഭിച്ച പ്രതിപക്ഷ നേതൃസ്ഥാനവും സുധാകരന് ലഭിച്ച KPCC അധ്യക്ഷ സ്ഥാനവും താൽക്കാലികമാണെന്ന് കരുതിയവർ കുറവായിരുന്നില്ല. സുധാകരന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു. നേതൃസ്ഥാനത്ത് നിന്നും മാറേണ്ടി വന്നു. എറണാകുളം DCC പ്രസിഡന്റ് അല്ലാതെ മറ്റാരും ഒപ്പമില്ലാതെയാണ് വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അതിജീവിച്ചത്. ഇടക്കാലത്ത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും വിവാദങ്ങളോടെ അവരും കൈയൊഴിഞ്ഞു. കോൺഗ്രസിനുള്ളിൽ നിന്നും കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. ആ ആക്രമണ കാലത്ത് KPCC അധ്യക്ഷൻ പോലും ഒപ്പമുണ്ടായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ എടുത്തു മാറ്റിയേ കഴിയുകയുള്ളൂ എന്ന് വി.ഡി. സതീശൻ പരസ്യമായി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു നിലപാട് അന്ന് KPCC അധ്യക്ഷൻ ഉണ്ടായിരുന്നില്ല. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശന്റെ അതേ നിലപാട് പരസ്യമായി പറഞ്ഞു. പക്ഷെ അപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അതിക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നത് വി.ഡി. സതീശനായിരുന്നു. വി.ഡി. സതീശൻ പ്രത്യേക പ്രതിരോധമൊന്നും കാണിച്ചില്ല എന്ന് പറയാം. നിലപാടിൽ ഉറച്ചു നിൽക്കുക മാത്രമായിരുന്നു. ആ ശക്തമായ നിൽപ്പിന്റെ വിജയമായിരുന്നു പിന്നീട് ലഭിച്ച പിന്തുണ. ആ സംഭവത്തോടെ കോൺഗ്രസിൽ നിന്നും എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ അതുകൂടി ഇല്ലാതായി. വി.ഡി. സതീശന്റെ ഈ വരവിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലെ കോൺഗ്രസിന്റെ ചരിത്രമെടുത്താൽ ഗ്രൂപ്പ് നേതാക്കന്മാർ മാത്രമാണ് നായകരായി വന്നിട്ടുള്ളത്. PT ചാക്കോയുടെയും R ശങ്കറിന്റെയും ഒക്കെ കാലത്ത് പോലും ശക്തമായ ഗ്രൂപ്പ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. പിന്നീട് K കരുണാകരൻ ലീഡറായുള്ള ആരോഹണമാണ് കണ്ടത്. തൊട്ടു പിന്നാലെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ എതിർപക്ഷത്ത് വളർന്നു വന്നു. അവർ തമ്മിലുള്ള കിടമത്സരമായിരുന്നു 20ാം നൂറ്റാണ്ടിലെ ശേഷിക്കുന്ന വർഷങ്ങളിൽ നിറഞ്ഞു നിന്നത്. 21ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും K കരുണാകരൻ ഒഴിഞ്ഞെങ്കിലും I ഗ്രൂപ്പ് ശക്തമായി തന്നെ തുടർന്നു. രമേശ് ചെന്നിത്തല നേതൃത്വം ഏറ്റെടുത്തപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഒപ്പമുള്ളവർ കടുത്ത പ്രതിരോധം തീർക്കുന്നുണ്ടായിരുന്നു. ആ കാലത്തു നിന്നാണ് ഒരു ഗ്രൂപ്പും കൂടെ ഇല്ലാതെ വി.ഡി. സതീശൻ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. 99 സീറ്റിലും തോറ്റ കോൺഗ്രസിന് 2021 നേതൃമാറ്റം അനിവാര്യമായിരുന്നു. ഗ്രൂപ്പ് വീതം വയ്പായിരുന്നു. അതും മാറാതിരിക്കാനുള്ള ഏക സാധ്യതയായിരുന്നു വി.ഡി. സതീശൻ. 99 സീറ്റിലും തോറ്റ കോൺഗ്രസിന് 2021 ഒരു നേതൃമാറ്റം അനിവാര്യമായിരുന്നു. ഗ്രൂപ്പ് വീതം വയ്പായി അത് മാറാതിരിക്കാനുള്ള ഏക സാധ്യതയായിരുന്നു വി.ഡി. സതീശൻ.
അങ്ങനെ സതീശനെ നേതൃസ്ഥാനം ഏൽപ്പിക്കുമ്പോൾ പോലും അത് എത്ര കാലം തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വ്യക്തതയുണ്ടായിരുന്നില്ല. കേരളത്തിലെ ഗ്രൂപ്പുകൾ പാർട്ടിയേക്കാൾ വലിയ സംഘടനാ സംവിധാനമുള്ള സംഭവങ്ങളാണ്. ഐ ഗ്രൂപ്പിനും എ ഗ്രൂപ്പിനും ഒക്കെ ബൂത്ത് തലത്തിൽ വരെ പ്രത്യേക അനൌദ്യോഗിക ഓഫീസുകൾ വരെയുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് മാനേജർമാർ കൊണ്ടാടുന്ന കോൺഗ്രസിൽ വി.ഡി. സതീശനായിട്ട് ഒരു മാറ്റവും കൊണ്ടുവന്നില്ല. ഗ്രൂപ്പുകളെ അവരുടെ വഴിക്ക് വിട്ടു. ക്രമേണ ഓരോരുത്തരായി ഗ്രൂപ്പ് മറന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. 5 വർഷത്തിനിടെ വി.ഡി. സതീശനെ എന്തെങ്കിലും കാര്യത്തിനായി സമീപിക്കാത്തവർ കോൺഗ്രസിൽ ഇല്ല എന്ന് തന്നെ പറയാം. ലീഡർ എന്ന വിളി കെ കരുണാകരന് കിട്ടിയതുപോലെ വി.ഡി. സതീശന് കിട്ടിയിട്ടില്ല. LOP എന്ന് ചിലരൊക്കെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് മാത്രം ചുരുക്കി പറഞ്ഞു. ഇന്നും കോൺഗ്രസിൽ ഒരു അപ്രമാദിത്വം സതീശന് ലഭിച്ചിട്ടില്ല. പക്ഷേ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായി കാറ്റ് വീശുകയാണെങ്കിൽ വി.ഡി. സതീശൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകും. അതിനെ തടുക്കാൻ മാത്രം ഇനി സാധിക്കണമെന്നില്ല. കോൺഗ്രസിൽ എന്തും സംഭവിക്കും എന്ന് പണ്ടൊക്കെ ആണെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോഴും UDFന് ഒരു സമ്പൂർണ്ണ വിജയം കനകോല് പോലും പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കനകോല് തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ 2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടായിട്ടില്ല എന്നാണ് കനകോലു കണ്ടെത്തിയത്. അതോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും സംഭവിച്ചിട്ടില്ല എന്നും കനകോലു എഴുതി വച്ചിട്ടുണ്ട്. മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെ UDFന്റെ പെട്ടിയിൽ വീണെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ തള്ളിയെന്നാണ് പുറത്തുവരുന്ന വിവരം. പക്ഷേ കനകോലുവിന്റെ ഈ കണ്ടെത്തൽ തന്നെ കോൺഗ്രസിനുള്ള മുന്നറിയിപ്പാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സർക്കാരിനെ നേരിട്ട് വിലയിരുത്തുന്നില്ല. നേരിട്ട് വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അവിടെ സർക്കാർ വിരുദ്ധ വികാരം ഇല്ലെങ്കിൽ ഫലം കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പോലെ ആകണമെന്നുമില്ല. BJP കൂടി ശക്തമാകുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ പല സീറ്റുകളിലും ഫലം മാറി മറിയാം. സാമുദായിക ധ്രുവീകരണം കൊണ്ട് മാത്രം കേരളം പിടിക്കാൻ കഴിയാതെ പോകും. ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ പിന്തുണ ഉണ്ടാവുക എന്നാൽ ഭൂരിപക്ഷ സമുദായങ്ങൾ കൈവിടുക എന്നുകൂടിയാണ്. അത് കോൺഗ്രസിന് ആലോചിക്കാൻ കഴിയാത്ത കാര്യവുമാണ്. കോൺഗ്രസിനെ കൈവിട്ടാൽ ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് BJPയിലേക്ക് പോകണമെന്നില്ല. അത് കുറച്ചെങ്കിലും LDFിലേക്കും പോകാം. അത്തരമൊരു സാഹചര്യത്തിൽ 85 സീറ്റ് എന്ന് പറയുന്ന സ്വപ്നം സംശയത്തിലാകും. 85 സീറ്റിൽ ഒന്നെങ്കിലും കുറഞ്ഞാൽ വി.ഡി. സതീശന്റെ നേതൃസ്ഥാനം ചോദ്യം ചെയ്യപ്പെടാം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വി.ഡി. സതീശൻ തന്നെയാണ്. പക്ഷേ സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാകണമെങ്കിൽ അനേകം കഠിനമായ കടമ്പകൾ ഇനിയും ബാക്കിയാണ്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.